അവളുടേത് മനോഹരമായൊരു ജീവിതമായിരുന്നു. അവളെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്ന ഒരു ഭർത്താവ്, സമാധാനമായൊരു കുടുംബം, പിന്നെ സ്വപ്നതുല്യമായൊരു ഭാവിയും. എന്നാൽ ഒരൊറ്റ അടിയിൽ ലോകം അവളുടെ മുന്നിൽ തകർന്നു വീണു. അവൾ യാഥാർത്ഥ്യത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടു. അനുഭവ് സിൻഹ സംവിധാനം ചെയ്ത ഥപ്പഡ് സ്ത്രീകൾ അനുഭവിക്കുന്ന ശാരീരിക പീഡനത്തെക്കുറിച്ചുള്ള ഒരു സിനിമ മാത്രമല്ല, മറിച്ച് ഗാർഹിക പീഡനത്തിന്റെ വ്യത്യസ്ത തലങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ഒന്നാണ്. സ്ക്രീനിനപ്പുറത്തേക്ക് പ്രതിധ്വനിക്കുന്ന ലോകമെമ്പാടുമുള്ള വീടുകളിലെയും സമൂഹങ്ങളിലെയും സ്ത്രീകളുടെ കഥയാണ് തപ്സി പന്നുവിന്റെ അമൃതയിലൂടെ അനുഭവ് സിൻഹ പറഞ്ഞു വെച്ചത്. കഠിനമായ ചോദ്യങ്ങൾ പ്രേക്ഷകരോട് ചോദിക്കാൻ ഭയപ്പെടാത്ത സിനിമ കൂടിയാണ് ഥപ്പഡ്. ഒരു ബന്ധത്തിൽ സ്നേഹത്തിനും നിയന്ത്രണത്തിനും ഇടയിലുള്ള രേഖ ഇല്ലാതാകുമ്പോൾ എന്ത് സംഭവിക്കും? അബ്യൂസിന് എങ്ങനെ വർഷങ്ങളായുള്ള പരസ്പര വിശ്വാസത്തെ തകർക്കാനാകും? അബ്യൂസ് നിറഞ്ഞ ജീവിതത്തിന് ശേഷവും അതിജീവിതയ്ക്ക് അവരുടെ ജീവിതം വീണ്ടെടുക്കാനാകുമോ എന്നീ ചോദ്യങ്ങളുടെ ഉത്തരമാണ് അമൃതയിലൂടെ ഥപ്പഡ് ലോകത്തോട് വിളിച്ചു പറയുന്നത്. ഡൽഹിയിലെ ഒരു സാധാരണ കുടുംബത്തിൽ ജനിച്ച അമൃത ഒരു ക്ലാസിക്കൽ ഡാൻസറാണ്. എന്നാൽ വിവാഹശേഷം അവൾ സന്തോഷത്തോടെ തന്നെ വീട്ടമ്മയാകാൻ തീരുമാനിക്കുന്നു. അപ്പോഴും ക്ലാസിക്കൽ ഡാൻസിനോടുള്ള സ്നേഹം അവൾ നിലനിർത്തുന്നുണ്ട്. തൊട്ടടുത്ത വീട്ടിലെ കുട്ടിയെ ഡാൻസ് പഠിപ്പിക്കുന്നതിലൂടെ അമൃത സന്തോഷം കണ്ടെത്തുന്നു. എന്നാൽ അതിനെ ഒരു ഗൗരവമേറിയ തൊഴിലായി അവൾ കണ്ടിട്ടില്ല. അപ്പുറത്ത് അമൃതയുടെ ഭർത്താവായ വിക്രം കരിയറിൽ തന്റെ ലക്ഷ്യങ്ങളിലെത്താൻ അധ്വാനിക്കുന്ന വ്യക്തിയാണ്. എന്നാൽ കരിയറിൽ അപ്രതീക്ഷിതമായ തകർച്ച നേരിടുമ്പോൾ നിരാശയിൽ നിന്നുണ്ടായ ദേഷ്യം അയാൾ അമൃതയോടാണ് തീർക്കുന്നത്. വീട്ടിൽ ഒരു പാർട്ടിക്കിടെ കുടുംബാംഗങ്ങളുടെയും സുഹൃത്തുക്കളുടെയും മുന്നിൽ വെച്ച് അമൃതയുടെ മുഖത്ത് അയാൾ അടിക്കുന്നു. സിനിമയിൽ അതുവരെ വിക്രമിന്റെ കഥാപാത്രത്തെ അനുഭവ് സിൻഹ ഭാര്യയെ ഉപദ്രവിക്കുന്ന ഒരു വ്യക്തിയായല്ല പോർട്രേ ചെയ്തിരുന്നത്. എന്നാൽ വിക്രമിലൂടെ സംവിധായകൻ കാണിച്ചു തരുന്നത് വിദ്യാസമ്പന്നരായ ഉയർന്ന ജീവിത സാഹചര്യത്തിലുള്ള പുരുഷന്മാരിലും അക്രമത്തിന്റെയും സ്ത്രീവിരുദ്ധതയുടെയും അംശമുണ്ടെന്നാണ്. പക്ഷേ ആ അടി അമൃതയുടെ ജീവിതം ആകെ മാറ്റിമറിച്ചു. അടിയുടെ ആഘാതത്തിൽ അമൃത തന്റെ ജീവിതത്തിലെ തെരഞ്ഞെടുപ്പുകളെയും വിവാഹ ജീവിതത്തിന്റെ അടിത്തറയെയും ചോദ്യം ചെയ്യാൻ നിർബന്ധിതയാവുകയാണ് ചെയ്യുന്നത്. എന്നാൽ അപ്പോഴും വെറുമൊരു അടി ഇത്തരത്തിൽ അമൃതയിൽ മാനസിക സംഘർഷം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ വിക്രം പാടുപെടുന്നു. സാധാരണ അമൃത എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ചായ ഉണ്ടാക്കിയ ശേഷം അല്പനേരം തനിയെ സമയം ചെലവഴിക്കുന്നത് പതിവാണ്. പിന്നീട് അങ്ങോട്ട് ഭർത്താവായ വിക്രമിന് സുഖസൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്ന ഒരു ജീവിതമാണ് അവൾ നയിച്ചിരുന്നത്. എന്നാൽ ആ അടി അതെല്ലാം മാറ്റിമറിച്ചു. അതെല്ലാം മറന്ന് സാധാരണ പോലെ ഭർത്താവിനെയും നോക്കി ജീവിച്ചു പോകാൻ അവൾക്ക് ആകുന്നില്ല. ഭാര്യയെ ബഹുമാനിക്കുന്ന ഒരു ഭർത്താവ് ഒരിക്കലും തന്നെ തല്ലില്ലെന്ന് അവൾ മനസ്സിലാക്കുന്നു. അത് മാത്രമല്ല, വിക്രം അതൊരു അടിയല്ലേ എന്ന് പറഞ്ഞ് അതിനെ നിസ്സാരവൽക്കരിക്കുകയും മാപ്പ് പറയാൻ വിസമ്മതിക്കുകയും ചെയ്യുന്നു. എല്ലാവരും അവളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒന്നു മാത്രം, ഒരു അടിയല്ലേ എന്ന്. അത് മറന്ന് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനാണ് അമൃതയോട് എല്ലാവരും പറയുന്നത്. എന്നാൽ അതിനു പകരം അവൾ ഭർത്താവിന്റെ വീട്ടിൽ നിന്നും സ്വന്തം വീട്ടിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. തുടർന്ന് അവൾ ഡിവോഴ്സ് ഫയൽ ചെയ്യുന്നു. വിക്രമിൽ നിന്ന് പണമൊന്നും അമൃതയ്ക്ക് വേണ്ട. വിക്രമിന് അവളെ അടിക്കാനുള്ള അവകാശമില്ലെന്ന് മാത്രമാണ് അമൃത സിനിമയിൽ ഉടനീളം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അമൃതയ്ക്ക് വേണ്ടത് അവളുടെ ബഹുമാനവും സന്തോഷവുമാണ്. അത് വിവാഹത്തിൽ നിന്നും ലഭിക്കുന്നില്ലെന്ന് ആ അടിയോടെ അമൃത മനസ്സിലാക്കുന്നു. അമൃതയുടെ വക്കീലും അവളോട് ചോദിക്കുന്നത് ജസ്റ്റ് സ്ലാപ്പ് എന്നാണ്. കാരണം അവർക്ക് ഒരു അടി കിട്ടിയത് കൊണ്ട് മാത്രം വിവാഹമോചനം വേണമെന്ന് പറയുന്നത് വിശ്വസിക്കാനാവുന്നില്ല. അതിന് അമൃതയുടെ മറുപടി അതെ, ഒരടി മാത്രമാണ്, പക്ഷേ അങ്ങനെ അടിക്കാൻ പറ്റില്ല എന്നാണ്. സിനിമ മുന്നോട്ട് പോകുമ്പോൾ ഗർഭിണിയാണ് താനെന്ന് അമൃത തിരിച്ചറിയുന്നു. എന്നാൽ അതും അവളെ വിക്രമിൽ നിന്നും വിവാഹമോചനം നേടുന്നതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നില്ല. അത് ഥപ്പഡ് എന്ന സിനിമയുടെ മറ്റൊരു പ്രത്യേകതയാണ്. കാരണം ഒരു കുട്ടി വന്നാൽ എല്ലാം ശരിയാകുമെന്ന സ്ഥിരം പറച്ചിലിന് ചെവി കൊടുത്ത് അബ്യൂസീവായ വിവാഹ ജീവിതത്തിൽ നിന്നു പോകുന്ന ഒരുപാട് സ്ത്രീകളുണ്ട്. എന്നാൽ അമൃതയിലൂടെ അതിനെ പൊളിച്ചെഴുതുകയാണ് ഥപ്പഡ് ഇവിടെ. അമൃത എന്ന കഥാപാത്രം സാമൂഹിക മാനദണ്ഡങ്ങളെയും പെൺകുട്ടികളെ വളർത്തുന്ന രീതിയെയും മാറി ചിന്തിക്കാൻ നമ്മെ നിർബന്ധിതരാക്കുന്നു. അബ്യൂസിനെതിരായ പോരാട്ടം നിയമപരമായ നടപടികളിലൂടെ മാത്രമല്ല, മറിച്ച് മനോഭാവത്തിലുള്ള മാറ്റവും അതിനാവശ്യമാണെന്നും സിനിമ പറഞ്ഞു വെക്കുന്നു. ഒരൊറ്റ അടിയാണെങ്കിലും അതിനോട് നോ എന്ന് പറയേണ്ടതുണ്ടെന്നും അമൃതയിലൂടെ സംവിധായകൻ നമ്മെ പഠിപ്പിക്കുന്നു. അമൃത ശരിക്കും അസ്വസ്ഥമായ സത്യങ്ങളെ നേരിടാനുള്ള പ്രചോദനമാണ് നൽകുന്നത്. അതോടൊപ്പം ജീവിതത്തെ കൂടുതൽ ശ്രദ്ധയോടെ നോക്കാനും പ്രേക്ഷകരോട് പറയുന്നു. നമ്മളിൽ പലരും ഇത്തരത്തിൽ ചെറിയ അബ്യൂസുകൾ നേരിട്ടിട്ടുണ്ടാവും. പക്ഷേ അതിനെല്ലാം നമ്മൾ നിയമസഹായം തേടാറില്ല. പിന്നെ ഏതൊരു ബന്ധത്തിലും സ്നേഹവും അനാദരവും ഒരുപോലെ തന്നെ നിലനിൽക്കാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ അത്തരം ജീവിത സാഹചര്യങ്ങളോട് നോ പറയുക എന്നത് സ്ത്രീയുടെ അവകാശമാണെന്നാണ്
ഥപ്പടിലൂടെ അമൃത പറഞ്ഞു വെക്കുന്നത്.